എല്ലാരും ചോറൊക്കെ ഉണ്ടോ? ഞങ്ങൾ ചോറിനാൻ പോവാണേ. ഇന്ന് ഇച്ചിരി ധൃതി എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് രാമായണ മാസത്തിന്റെ വായന തുടങ്ങുവാണേ. 2 മണിയാകുമ്പോഴത്തേനും വായിക്കാൻ പോകണം. അതിന് ഇവർക്ക് ചോറ് കൊടുത്തു. ഞാൻ കൊടുത്തില്ലെങ്കിൽ ഈ അച്ഛനും മോളും ഒക്കെ ചോറ് എടുത്ത് ഉണ്ണത്തില്ല. മോള് പിന്നെ ഇച്ചിരി എടുത്തുണ്ടോ, അച്ഛൻ ഉണ്ണത്തില്ല. അതുകൊണ്ട് ചോറ് വിളമ്പി വെച്ചിട്ട് പോകാൻ എല്ലാവർക്കും, അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. 2 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് വായനയ്ക്ക് പോകണം. അതുകൊണ്ട് ചോറങ്ങ് എടുത്ത് വെച്ചിട്ട് പോകാമെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടല്ലോ. അല്ല, വായനയ്ക്ക് അവിടെ പോയിരിക്കുമ്പോഴത്തേനും പിന്നെ ഇവിടെ വിളിയോട് വിളിയായിരിക്കും. അത് കാരണം ഞാൻ ചോറ് എടുത്തു. ഇന്ന് നമുക്ക് കറി ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ കറി എന്ന് പറയാം. സ്പെഷ്യലല്ല, പണ്ടൊക്കെ വെക്കുമായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇന്ന് ഒന്നുമില്ലല്ലോ എന്ന് വെച്ചാൽ പുറത്ത് ഒരു ചെറിയ മൂട് കപ്പ നിന്നു. അതിൽ നിന്ന് ഒരു കഷ്ണം കപ്പയും കപ്പളങ്ങായും ചേമ്പൻ താളും പിണ്ടിയും ഇത്രയും ഇട്ടേണ്ടത് ഒരു കറി വെച്ചേക്കോ, പുളിങ്കറി. പണ്ടൊക്കെ ഞങ്ങളിത് സ്ഥിരം വെക്കുമായിരുന്നു. എൻ്റെയൊക്കെ കൊച്ചിയിൽ ഞങ്ങൾ സ്ഥിരം വെച്ചിട്ട് വൈകിട്ട് വെച്ച് കഴിച്ചിട്ട് രാവിലെ ഞങ്ങളത് പഴങ്കഞ്ഞിയുടെ കൂടെ കുടിക്കുമായിരുന്നു. ഇതിൻ്റെ പേരാണ് കപ്പപ്പുളുങ്കറി എന്നാണ് ഇത് ഞങ്ങൾ പറയുന്നത്. അതാണ് ഇന്ന് ഞങ്ങൾ കറി വെച്ചേക്കുന്നത്. ദേ കണ്ടോ, കപ്പപ്പുളുങ്കറി. കപ്പയും ചേമ്പും താളും കപ്പളങ്ങായും പിണ്ടിയും കൂടെയാണ് ഇത് കറി വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളത് ബീൻസ് മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. ബീൻസ് മെഴുക്ക് പുരട്ടി, അത് കരി പിടിച്ചിരിക്കുന്നത് നോക്കണ്ട, അടുപ്പത്താ വെച്ചത് ഉണ്ടാണ്. പിന്നെ ഞാൻ അച്ഛന് ചിലപ്പോൾ ഈ പുളിങ്കറിയോട് താല്പര്യം കാണത്തില്ലായിരിക്കും. അതിൻ്റെ കണ്ടോ, ഉള്ളിയും മുളകും കൂടെ വറുത്ത് പൊടിച്ചതാണിത്. വറ്റൽമുളകും ഉള്ളിയും കൂടെ വറുത്ത് പൊടിച്ചത്. ഇതൊക്കെ വിളമ്പി വെച്ചിട്ട് പോയില്ലെങ്കിലേ ബഹളമായിരിക്കും. പിന്നെ തൈര് ചോറിനകത്ത് ഒഴിക്കണോ? ഒഴിച്ചോ. ആ വേണ്ടേ. പിന്നെ കപ്പപ്പുളുങ്കറിയും തൈരുമാണ് കോമ്പിനേഷൻ. വേണ്ടേ. തൈര്, പിന്നെ മാങ്ങാച്ചാറ്. മീനില്ലാത്തതുകൊണ്ട് ഇത്രയും കൂട്ടം ഞാൻ വെക്കുന്നത്. അല്ലെ മീനുണ്ടെങ്കിൽ ഞാൻ ഇത്ര ഒന്നും വെക്കത്തില്ല. എന്തിനാ ഉള്ള എല്ലാം കൂടെ വെക്കുന്നത്? മീനുണ്ടെങ്കിൽ ഇവിടെ ഒരു മീൻ കറി, ഒരു മീൻ വറുത്തത്, അത് മതി. പിന്നെ വേണ്ടേ പപ്പടം. അതെ, ഇന്നത്തെ കറിയാണ്. മീനുണ്ടെങ്കിൽ ഞാൻ 2 കറിയോ 3 കറിയോ നിർത്തും. ഇതിപ്പം കണ്ടോ, കപ്പപ്പുളുങ്കറി ഉണ്ട്, മോരുണ്ട്, മെഴുക്കുവരട്ടി, പിന്നെ മുളകിടിച്ചത്, മാങ്ങാച്ചാറ്, പപ്പടം. നോക്കുമ്പോൾ ഒരുപാട് കറി. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ എളുപ്പം വെക്കാവുന്ന കറികൾ. ഇതിനൊന്നും വലിയ കാശ് മുടക്കൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ചോറും കറിയൊക്കെ വെച്ചു. എല്ലാവരും വായോ ചോറുണ്ണ. ഇന്നതേ പുളുങ്കറി കൂട്ടി അടിപൊളി ഒരു ഊണുണ്ണ. ഓടി വായോ എല്ലാവരും.